ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി 800 കാർബേറ്റർ മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറെ ദൂരം ഓടി കഴിയുമ്പോൾ വണ്ടി ഓഫ് ആവുന്നു. പിന്നീട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവില്ല. കുറെ നേരം ക്രാങ്ക് ചെയ്ത് ചിലപ്പോൾ സ്റ്റാർട്ട് ആവും, ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് അങ്ങനെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നതാണ്. അതാണ് കസ്റ്റമറുടെ കംപ്ലൈന്റ്. കുറെ ദൂരം ഓടി കഴിയുന്ന സമയത്ത് പിന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി പമ്മി അങ്ങ് ഓഫ് ആവുന്നു. പിന്നീട് വണ്ടി സ്റ്റാർട്ട് ആവാത്ത ഒരു അവസ്ഥ വരുന്നു. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവുന്നു, പിന്നെ അതുപോലെ പോകുന്നു, പിന്നെ അങ്ങനെ ഓഫ് ആവുന്നു. ഇതാണ് വണ്ടിയുടെ കംപ്ലൈന്റ്. അപ്പോൾ വണ്ടിയിൽ എന്താണ് പെട്രോൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ, ഇതിന്റെ റിട്ടേൺ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ബോണറ്റ് പൊക്കി വെച്ചിട്ടുണ്ട്, എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ ലൈന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് റിട്ടേൺ വരുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ മെയിൻ കറക്റ്റ് ആയിട്ടാണോ വരുന്നതെന്ന് നോക്കണം. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഒരു നീഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഇങ്ങനെ ആക്സിലേറ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിന്ന് പെട്രോൾ നല്ല രീതിയിൽ ചീറ്റി വരേണ്ടതാണ്. അപ്പോൾ നമ്മളിത് പെട്രോൾ ഒഴിക്കുമ്പോൾ ഒരു തുള്ളി 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 പോലെയാണ് ഇതിനകത്തോട്ട് പെട്രോൾ ഇങ്ങനെ വരുന്നത്. അത് നല്ല രീതിയിൽ നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് അതുവഴി ചീറ്റേണ്ടതാണ്. പക്ഷെ അത് നമ്മളിപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു തുള്ളി പെട്രോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ റിട്ടേൺ ലൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പോൾ വണ്ടി ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമ്മൾ റിട്ടേൺ നോക്കുന്ന സമയത്ത് ഒരു തുള്ളി പെട്രോൾ ഇതിനകത്ത് നിന്ന് റിട്ടേൺ കറക്റ്റ് ആയിട്ട് വരുന്നില്ല. മീൻസ് ഒരു തുള്ളി നമ്മളൊന്ന് റേസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് പെട്രോൾ ഒരു ശകലം ചെറിയൊരു മയ റിട്ടേൺ വരുന്നുണ്ടെന്നല്ലാതെ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് നിന്ന് റിട്ടേൺ വരുന്നില്ല. അതുപോലെ തന്നെ ഇതിനുള്ളിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈ കാണുന്ന ആ ഒരു സിറിഞ്ച് പോലിരിക്കുന്ന ഭാഗത്തുനിന്ന് പെട്രോൾ വരേണ്ടതാണ് നല്ല രീതിയിൽ. പക്ഷെ ഇതിനകത്ത് പെട്രോൾ വരുന്നില്ല. ഒരു തുള്ളി പെട്രോൾ ഇങ്ങനെ മുകളിൽ നിന്ന് വരുന്ന ഒരു ഫീല് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റിട്ടേൺ ഇപ്പോഴും നമ്മൾ നോക്കിയാലേ മനസ്സിലാവും വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് റിട്ടേൺ ഒരു ചെറിയ മയം മാത്രം വരുന്നുണ്ട്. നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ പോലും റിട്ടേൺ വരുന്നില്ല. അപ്പോ വണ്ടി ഓഫ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിന്റെ മെയിൻ പെട്രോൾ വരുന്നുണ്ടോന്ന് മെയിൻ ആയിട്ട് നോക്കാം. ആ പ്ലെയറിംഗ് എടുത്തേ. നമ്മൾ ഇതിന്റെ മെയിൻ പൈപ്പ് ഊഴിയിട്ടുണ്ട്. ക്രാങ്ക് ചെയ്യുമ്പോൾ പെട്രോൾ കറക്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അഥവാ എന്തെങ്കിലും പമ്പിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഫിൽറ്റർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പെട്രോൾ കറക്റ്റ് ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ കറക്റ്റ് ആയിട്ട് വരില്ല. ഈ കാർബറേറ്ററിനകത്തോട്ടും കറക്റ്റ് ആയിട്ട് പെട്രോൾ കയറി പോയില്ല. അപ്പോൾ നമുക്കൊന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. ഒന്ന് ക്രാങ്ക് ചെയ്തേ. നിക്കേ, ഒരു മിനിറ്റ്, ഒന്ന് ക്രാങ്ക് ചെയ്തേ. ഓക്കെ, ഓഫ് ചെയ്തോ. അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ പെട്രോള്, മെയിൻ പെട്രോള് പോകുന്നുണ്ട്. മീൻസ് നമുക്ക് കാർബറേറ്ററിന്റെ ടോപ്പാണ് ഇനി അഴിക്കേണ്ടത്. എന്താണ് ഇതിന്റെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ കാർബറേറ്ററിന്റെ ടോപ്പ് അഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിന്റെ ചോക്കിന്റെ കേബിൾ അഴിച്ചു വിടാം. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഭാഗത്തുനിന്ന് ഇതിന്റെ നട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. നട്ട് ലൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോയി നട്ട് ലൂസ് ചെയ്തു. ചോക്കിന്റെ കേബിള് ഇന്ന് വിടിയിച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്സിലേറ്ററിന്റെ കേബിള് നമ്മളിപ്പോൾ ഈ ഭാഗത്തുനിന്ന് ലൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വിടിയിച്ചിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് വിടിയിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാക്യത്തിന്റെ കണക്ഷൻ അഴിച്ചു വിടാം. ഇനി നമുക്ക് ഇതിന്റെ ചുറ്റു ബോൾട്ടുകളാണ് അഴിക്കേണ്ടത്. അതായത് ഇതിനുള്ളിൽ ഒരു സ്റ്റാറിന്റെ ബോൾട്ട് വരുന്നുണ്ട്. ഇതിനുള്ളിലായിട്ടൊരു സ്റ്റാറിന്റെ ബോൾട്ട് വരുന്നതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്രൂ. ഈ സൈഡിലെ ചുറ്റു സ്ക്രൂകളെല്ലാം അഴിച്ചിട്ട് നമുക്ക് ഈ കാർബറേറ്ററിന്റെ ടോപ്പ് പൊക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. ആ സ്പ്രിങ്ങും നമുക്ക് വിടിയിക്കേണ്ടതായിട്ടുണ്ട്. ആ സ്പ്രിങ് വിടിക്കാനായിട്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഈ സ്പ്രിങ് നമുക്ക് വിടിയിച്ച് താഴോട്ട് ഇടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഒരു ലിവർ നമുക്ക് വിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിക്കി കഴിഞ്ഞാൽ ഇത് വിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ലിവർ വരുന്നുണ്ട്. ഈ ലിവർ നമുക്ക് വിടിക്കേണ്ടതായിട്ടുണ്ട്.
ഈ കാണുന്ന ലിവർ അത് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കി കഴിഞ്ഞാൽ അതും നമുക്ക് വിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 കണക്ഷൻ നമ്മൾ വിടിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ആ ഒരു ട്യൂബിന്റെ കണക്ഷനോടെ വിടിയിക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് വരുന്ന ട്യൂബിന്റെ കണക്ഷനോടെ നമുക്ക് വിടിയിക്കാം. ഇനി നമുക്ക് ചുറ്റ് സ്ക്രൂകളെല്ലാം അഴിച്ചെടുക്കാം. അപ്പോൾ ഈ സ്ക്രൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തിട്ടാൽ മാത്രം മതി. നമ്മൾ അഴിച്ചിട്ട് ജസ്റ്റ് ലൂസ് ചെയ്യുക, ബാക്കിയുള്ള സ്ക്രൂകളെല്ലാം അഴിക്കുക. അപ്പോൾ ഒരു സ്ക്രൂവിന് മാത്രം നീളമുള്ള ഒരു സ്ക്രൂ ഉണ്ട്. ഈ കാണുന്ന സ്ക്രൂ നീളമുള്ള ഒരു സ്ക്രൂ ആയിരിക്കും വരുന്നത്. ബാക്കിയെല്ലാം സെയിം ലെങ്ത് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇടാനായിട്ട്. ഇതിന് നീളം കൂടുതലായിരിക്കും. ബാക്കിയെല്ലാം വരുന്നത് ഏകദേശം ഈ ഒരു സൈസിലുള്ള സ്ക്രൂ ആയിരിക്കും കാർബറേറ്ററിന്റെ ടോപ്പിൽ വരുന്നത്. ഈ നീളത്തിലുള്ള സ്ക്രൂ ആയിരിക്കും വരുന്നത്. ബാക്കി എല്ലാ സ്ക്രൂവും ഈ ടൈപ്പ് ആയിരിക്കും വരുന്നത്. പക്ഷെ ഈ ഇവിടെ വരുന്ന മാത്രം സ്ക്രൂ ഇത്രയും നീളമുള്ള സ്ക്രൂ ആയിരിക്കും. ഇതിനകത്ത് വരുന്നതും ഈ ഒരു ലെങ്ത് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്ക്രൂ മാത്രം ലെങ്ത് കൂടിയതായിരിക്കും, ബാക്കി എല്ലാം സെയിം ആയിരിക്കും. ഇതിനകത്തെ സ്ക്രൂ അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ ലൂസ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് കാർബറേറ്റർ ടോപ്പ് പൊക്കുന്ന സമയത്ത് നമുക്ക് കമഴ്ത്തി ഇങ്ങനെ എടുത്താലേ മതിയാവും. ഇനി നമുക്കിത് പൊക്കിയെടുക്കാം. നമ്മൾ ചുറ്റ് സ്ക്രൂകളെല്ലാം ലൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്, ഇതുകൂടെ നമുക്കൊന്ന് അഴിച്ചുവിടാം. നമുക്കിത് പൊക്കിയെടുക്കാം. ഇതാണ് ഇതിന്റെ കാർബറേറ്ററിന്റെ ടോപ്പ്. ഇതാണ് ഇതിന്റെ പാക്കിംഗ് വരുന്നത്. ഇതാണ് കാർബറേറ്ററിന്റെ ഫ്ലോട്ടിൽ പെട്രോൾ വന്ന് നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനകത്ത് കരടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ നമുക്ക് എടുക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കമത്തി കഴിഞ്ഞാൽ ഈ സ്ക്രൂ അതേ ലെങ്ത് ഉള്ള സ്ക്രൂ തന്നെയായിരിക്കും വരുന്നത് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പാക്കിംഗ് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ആ പാക്കിംഗ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഒരു ബോൾ വരുന്നുണ്ട്, ഒരു നീഡിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതുവഴി പെട്രോൾ വന്നിട്ട് ഇങ്ങോട്ട് വരും. നമുക്കത് നോക്കാം. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾ തെറിച്ച് വെളിയിൽ പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു കൈ കൊണ്ട് ഇത് അടച്ചു പിടിച്ചിട്ട് ഇതുവഴി പെട്രോൾ വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പുറത്ത് വന്നു, നമ്മളിപ്പോ ഇവിടുന്ന് പെട്രോൾ വന്നു ഇങ്ങോട്ട് വരുന്നു, ഇതുവഴി നീഡിലിനകത്ത് കൂടെ താഴോട്ട് പോകണം. അപ്പൊ എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് നമുക്ക്. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ പൊക്കി പിടിച്ച് ഇത്രയും ഭാഗം നമ്മൾ കൈകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇവിടുന്ന് പെട്രോൾ വരുന്നുണ്ടോ നോക്കാം. പെട്രോൾ ഈ ഭാഗത്തൂടെ ഈ നീഡിലിനുള്ളിൽ കൂടെ വരുന്നില്ല. ഓക്കെ അല്ലെ, മനസ്സിലാവും, വരുന്നില്ല. ഇവിടെ വരെയും പെട്രോളിന്റെ പാസേജ് കറക്റ്റാണ്, ഇങ്ങോട്ട് പെട്രോൾ വരുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ കൈ കൊണ്ട് അടച്ചു പിടിക്കുമ്പോൾ ഇവിടുന്ന് ചാടുന്നല്ല, ഇതിനകത്തോട്ട് ചാടിയിട്ട് ഈ നീഡിലിനകത്തൂടെ പെട്രോൾ അകത്തോട്ട് ചാടാണ്, അത് വരുന്നില്ല. ഓക്കെ, നമുക്ക് സേഫ്റ്റി പിന്നോ അങ്ങനെ ചെറിയ പിന്ന് വെച്ചിട്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കണം. ഇതിനുള്ളിൽ വശം ക്ലീൻ ചെയ്ത് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ അയക്കാതെ തന്നെ ഇത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ കാർബറേറ്ററിന്റെ ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി ഊതിയാൽ അല്ലെങ്കിൽ എയർ അടിച്ച് ഇതുവഴി നമ്മൾ ഊതിയാൽ ഈ ഫ്ലോട്ട് വന്ന് ക്ലോസ് ആയിട്ട്, അതായത് ഇങ്ങനെയാണ് ഇതിന്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇത് പൊങ്ങിയിരിക്കും കാർബറേറ്ററിന് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുവഴി പെട്രോൾ വരുന്നു, ഇവിടെ പെട്രോൾ ആ ചേമ്പറിൽ വന്ന് നിറയുമ്പോൾ ഇത് ക്ലോസ് ആവുന്നു. ക്ലോസ് ആവുമ്പോൾ അതിന് ബാക്കിയുള്ള പെട്രോൾ ഈ ഹോൾ വഴിയാണ് റിട്ടേൺ പോകുന്നത്. അപ്പോൾ ഈ ഇവിടെ അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ ആവും. ഓവർഫ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിട്ടേൺ പോകില്ല, വണ്ടി ഓഫ് ആവുന്ന കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വർക്കിംഗ് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇത് പൊക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഇതിനകത്ത് നിന്ന് എയർ അടിക്കുന്നുണ്ട്. നമ്മളിതിപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇതുവഴി എയർ വരുന്നുണ്ടോ നോക്കണം. മീൻസ് ഇതുവഴി എയർ വരുന്നുണ്ട്. ഇതിന്റെ പുറത്തോട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്, അതൊക്കെ ഇതിനകത്ത് നിന്ന് പൊട്ടി പോയിട്ടുണ്ട്. ഇതുവഴി എയർ വരുന്നുണ്ട്. ഇത് പൊങ്ങുന്ന സമയത്ത് ഇതുവഴി ഈ ഭാഗത്തിൽ കൂടെ എയർ വരുന്നുണ്ട്. നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഫ്ലോട്ട് ഇപ്പോൾ അടഞ്ഞിരിക്കുന്ന പൊസിഷനാണ്. അപ്പോൾ അടഞ്ഞിരിക്കുന്ന പൊസിഷൻ വരുമ്പോൾ ഇതുവഴി എയർ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. കയ്യിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വേറെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് അഴിക്കേണ്ടത് അതിന്റെ ബാക്കിലുള്ള ഭാഗമാണ് നമുക്ക് അഴിക്കേണ്ടത്. ഇനി നമുക്ക് അഴിക്കേണ്ടത്, കാരണം നമ്മൾ ടോപ്പ് അഴിച്ചപ്പോൾ അവിടെ ആ ഭാഗങ്ങളുടെ റിട്ടേൺ പോകുന്നത് ഈ ഒരു സൈഡിലോട്ടാണ് പോകുന്നത്. നമ്മൾ ആ ഹോള് കണ്ടത്, ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. മീൻസ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഭാഗമായിരിക്കണം ഇനി അടുത്ത ബ്ലോക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ യൂണിറ്റ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 4 സ്ക്രൂ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നോക്കിയാൽ 1 2 3 4 സ്ക്രൂ വരുന്നുണ്ട്. ഈ 4 സ്ക്രൂ അഴിച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഊരിയെടുക്കാം. ഇപ്പോൾ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നിർത്തി തന്നെ അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് ഈ 4 സ്ക്രൂവും അഴിച്ചെടുക്കാം.
നമ്മളിപ്പോൾ ഈ 4 സ്ക്രൂവും അയച്ചെടുത്തിട്ടുണ്ട്. ഒരേ ലെങ്ത് ഉള്ള ചെറിയ 4 സ്ക്രൂ ആയിരിക്കും ഇതിന് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് അയച്ചെടുക്കേണ്ടത്. ഇതിനകത്ത് 2 പാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അയച്ചെടുക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം അഴിച്ചെടുക്കാനായിട്ട്. ഇവിടെ ഒരു ലിവർ വരുന്നുണ്ട്, അത് നമുക്ക് ഊരിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇതൊക്കെ അഴിച്ചെടുക്കാം. ഈ ഭാഗത്തും നമ്മളിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് അഴുക്ക് കയറിയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ. ഇതിനകത്ത് ഫുള്ള് അഴുക്കാണ്. കാരണം ഇതിനകത്ത് നിന്ന് പോകുന്നുണ്ട്, ഇതിനകത്ത് നിന്ന്. അപ്പോൾ നമ്മൾ ടോപ്പ് നോക്കിയ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ്, പക്ഷെ ഇതിനകത്ത് നിന്ന് പോകുന്ന ഭാഗത്തിലാണ് ഈ ഒരു പ്രശ്നം വന്നേക്കുന്നത്. ഇതിനകത്തോട്ട് നോക്കിയാലേ മനസ്സിലാവും. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ അയച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം അയച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് അയച്ചെടുത്തത്. ഈ പാക്കിങ് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. പാക്കിങ് പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പാക്കിങ് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പാക്കിങ്ങിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. പാക്കിങ്ങോട്ട് നമ്മൾ മാറ്റി വെക്കുന്നത് ഇതിനകത്തൊക്കെ അഴുക്കും കാര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് അയക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഇത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പാക്കിങ് ഇതിൽ ഒട്ടിയിരിക്കുകയാണ്. ഇതിനകത്തൊരു ഡയഫ്രോം കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മളിപ്പോൾ ഡയഫ്രം അഴിച്ചിട്ടുണ്ട്. ഇത് ഈ ഭാഗങ്ങൾ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി ഇതിനകത്തൊരു സ്പ്രിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സ്പ്രിങ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഒരു ഹോൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്തെ ഹോളുകൾ, ചെറിയ ചെറിയ ഹോളുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്ന ഹോളുകളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പാസേജിൽ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു പാസേജിൽ കൂടി ഇവിടെ പെട്രോൾ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഒരു നീഡ് നമുക്ക് ചെറിയ എന്തെങ്കിലും കൊണ്ട് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ടിപ്പൻ വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നോക്കിയാലേ മനസ്സിലാവും എന്തോരം അഴുക്ക് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത്. ഇതിനകത്ത് നിന്നൊക്കെ നമ്മൾ ഫുള്ളായിട്ട് അഴുക്കാണ് ഈ വരുന്നത്. ഓരോ ഹോളും ഇതുപോലെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക. നമ്മളിപ്പോ ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്തെ നോബ് ക്ലീൻ ചെയ്തേക്കുന്നത് ഈ ഒരു സേഫ്റ്റി പിന്നും, അതുപോലെ തന്നെ ഇത് വയർ ബ്രഷിന് ഉപയോഗിക്കുന്ന വയർ ബ്രഷിൽ വരുന്ന, അതായത് ഈ വയർ ബ്രഷിൽ വരുന്ന ഈ 4 വെച്ചിട്ടാണ് നമ്മൾ ഇതിനുള്ളിൽ നിന്ന് ഇത് ക്ലീൻ ചെയ്ത്. നല്ല കട്ടയ്ക്കുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ നീഡിൽ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ളിലെ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് അതിനെ അകത്തെ കാര്യങ്ങളും പൊടി അഴുക്കും കാര്യങ്ങളും എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഈ ഭാഗമാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഭാഗങ്ങളാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ പാക്കിങ് പഴയ പാക്കിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ വെട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ആംഗിളിൽ ഇങ്ങനെയായിരിക്കും, ഈ ഒരു ഭാഗത്തായിരിക്കും ഇത് കയറി കിടക്കുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചെറിയ പ്രൊജക്റ്റ് നിൽക്കുന്ന ഭാഗം ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം കിടക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. അപ്പൊ ഈ നീഡിൽ കയറി കിടക്കുന്ന ഈ ഒരു ഹോള് കയറി കിടക്കുന്ന ഭാഗം ഇതായിരിക്കും. ഈ ഭാഗത്തായിട്ടായിരിക്കും ഇതിന്റെ ഹോള് കയറി കിടക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് ഇപ്പോൾ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് മാച്ചിങ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു നേരത്തെ അയച്ച ആ ഒരു സ്ക്രൂ കറക്റ്റായിട്ട് തന്നെ നോക്കുക. ജസ്റ്റ് ഒരു സ്ക്രൂ എടുത്തിട്ട് ഇതിന്റെ ഹോൾ കറക്റ്റ് മാച്ചിങ് ആണോ എന്ന് ഒന്ന് നോക്കുക. കറക്റ്റ് മാച്ചിങ്ങിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ ഡയഫ്രം ആണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡയഫ്രം ഫിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്പ്രിങ് ഇതിൽ കയറ്റിയിടുക. അതിനുശേഷം ഇത് ഇങ്ങനെയാണ്, ഈ ഒരു പോർഷനിലായിരിക്കും ഇത് വരുന്നത്. അത് കയറ്റിയിട്ടിട്ടുണ്ട്. നമ്മളിത് കറക്റ്റ് ഹോള് മാച്ച് ചെയ്തിടുക. അതിനുശേഷം ഇതിന്റെ ബാക്കിൽ നിന്നുള്ള ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഈ ഒരു ഹോളിലോട്ട് കയറ്റി ഇടുക. നമ്മളിപ്പോൾ കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ക്രൂ ആണ് ഇടേണ്ടത്. അപ്പോൾ എല്ലാ സ്ക്രൂവും കറക്റ്റ് മാച്ചിങ് ആണോ എന്ന് ആദ്യം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം താഴത്തെ സ്ക്രൂ നോക്കാം. കറക്റ്റ് മാച്ചിങ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് മാച്ചിങ്ങിൽ വന്ന് നിൽപ്പുണ്ട്. നമ്മൾ ആ ഒരു ആദ്യം ഒരു സ്ക്രൂ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് ഇടുന്നു.
അതിനുശേഷം എല്ലാ സ്ക്രൂ പിടിപ്പിക്കാം. ഹോള് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് തിക്കി കയറ്റി പാക്കിങ് ഡാമേജ് ആക്കുക. കാരണം പഴയ പാക്കിങ് തന്നെയാണ് ഇടുന്നത്. പുതിയ പാക്കിങ് ആയാലും നമ്മൾ ഡാമേജ് ആക്കാതെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ ഇടുക. ഡാമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ലീക്കും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് വരും. അപ്പൊ ബാക്കി 3 സ്ക്രൂ കറക്റ്റ് ആയിട്ട് തന്നെ വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്രൂ കൂടെ ഇടാനായിട്ടുണ്ട്. സെയിം ലെങ്ത് തന്നെയായിരിക്കും ഇതിന് സ്ക്രൂവിന് വരുന്നത്. എല്ലാ സ്ക്രൂവും ഇട്ടിട്ടുണ്ട്, വീണിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഫുൾ ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫുൾ ടൈറ്റ് ചെയ്യുക. കാരണം പഴയ പാക്കിങ് ഇട്ടേക്കുന്നത് കൊണ്ട് കറക്റ്റ് ടൈറ്റ് തന്നെ കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്രോൾ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഈ ഭാഗത്ത് വരുന്ന ടോപ്പിൽ വരുന്ന പഴയ പാക്കിങ്. ഇതൊരു കണ്ടിട്ട് ഒരു കുറേ ഡാമേജ് ആയതുകൊണ്ട് നമ്മൾ ഈ പാക്കിങ് മാറ്റിയിട്ട് ഇത് യൂസ്ഡ് പാക്കിങ് തന്നെയാണ് വരുന്നത്. ഈ ഒരു യൂസ് പാക്കിങ് നമ്മൾ ഇതിൽ ഇടുന്നുണ്ട്. അപ്പൊ അത് ഇടുന്നതിന്റെ പൊസിഷൻ നോക്കാം. ഈ ഒരു ഹോള് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ കയറ്റി ഇടുക. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ടോപ്പ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ടോപ്പിൽ ഈ ഒരു ഭാഗം പോയി കിടക്കുന്നത് ഈ ഒരു ഹോളിലായിരിക്കും പോകുന്നത്. ഇതായിരിക്കും ഇതിന്റെ റിട്ടേൺ പോകുന്ന ലൈൻ വരുന്നത്. ഈ ഭാഗത്തു കൂടെ ആയിരിക്കും ഇതിന്റെ റിട്ടേൺ പോകുന്ന ലൈൻ. ഈ ഹോളിൽ കൂടെ കടന്നിട്ടായിരിക്കും റിട്ടേൺ ഈ ഭാഗത്തോട്ട് വരുന്നത്. അപ്പോൾ ആ ഹോള് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാം. അതുപോലെ തന്നെ ഈ ടോപ്പ് നമ്മൾ നോക്കിയപ്പോൾ ഇതിനകത്ത് കൂടെ കറക്റ്റായിട്ട് തന്നെ എയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മീൻസ് ഇവിടെ വേറെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് ബ്ലോക്ക് അവിടെയാണ് കിട്ടിയത്. ഇനി ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ എങ്ങനെയുണ്ടെന്ന് ഉള്ളത് നോക്കാം. നമ്മളിത് കറക്റ്റായിട്ട് കയറ്റി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ചുറ്റുപോട്ടും സ്ക്രൂവും കാര്യങ്ങളും കൊടുക്കാം. നമ്മളിപ്പോ ഇതിന്റെ ചുറ്റു സ്ക്രൂകളെല്ലാം മുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഹോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാക്യൂം ലൈനൂടെ കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിന്റെ മെയിൻ പൈപ്പ് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പെട്രോൾ വരുന്നത് കണ്ടാണ്. ഇനി ഇതിന്റെ ക്ലിപ്പ് കൂടെ കൊടുക്കാം. ഇനിയിപ്പോ ഇവിടെ വരുന്ന ഒരു സ്ക്രൂ ആണ്, ആ സ്പ്രിങ് ആണ് നമുക്ക് ഇടേണ്ടത്. അപ്പൊ ആ സ്പ്രിങ് ഇടാനായിട്ട് ജസ്റ്റ് ഇതിനെ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രിങ് കറക്റ്റായിട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഈ ഒരു നമ്മൾ ബാക്കിൽ നിന്ന് അഴിച്ചുവിട്ട ലിവറാണ്. അത് കൊടുക്കാനായിട്ട് കറക്റ്റ് ഇതിന് ഹോളിലോട്ട് കറക്റ്റ് കൊണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാനായിട്ട് സാധിക്കും. വലിയൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കാം. അപ്പോൾ അത് കയറി വീണിട്ടുണ്ട്. ഈ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു താഴെ കാണുന്ന ലിവർ നമ്മൾ പ്രസ് ചെയ്ത് ഈ ഭാഗത്തെ പ്രസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ വാക്യൂം ട്യൂബാണ് കൊടുക്കേണ്ടത്. വാക്യൂം ട്യൂബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിലേറ്റർ കേബിൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് കറക്റ്റായിട്ട് പെട്രോൾ വരുന്നുണ്ടോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2-3 വട്ടം വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിനകത്ത് പെട്രോൾ ഫുള്ളായിട്ട് ഇതിനകത്ത് നിന്ന് ചേമ്പറിനകത്ത് നിന്ന് പെട്രോൾ ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞതാണ്. അപ്പം എന്തായാലും നമുക്ക് 2-3 വട്ടം ഒന്ന് ക്രാങ്ക് ചെയ്യാം. അതിൻ്റെ ക്ലിപ്പും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ക്രാങ്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്യാം. ഒന്ന് ക്രാങ്ക് ചെയ്തേ. ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന്റെ റിട്ടേൺ നല്ല രീതിയിൽ ഒന്നുകൂടെ ക്രാങ്ക് ചെയ്തേ. നല്ല രീതിയിൽ റിട്ടേൺ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിട്ടേണിന്റെ ട്യൂബ് കൂടെ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം.
അതുപോലെ നമുക്ക് ഇതിനുള്ളിലോട്ട് കറക്റ്റായിട്ടൊന്ന് ഈ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ പെട്രോൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് കറക്റ്റായിട്ട് തന്നെ പെട്രോൾ ചീറ്റുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്രോളിനകത്ത് നിറഞ്ഞിട്ടില്ല. ഒന്നുകൂടെ ക്രാങ്ക് ചെയ്തേ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റയടിക്കാൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ആകുന്നുണ്ട്. കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റിട്ടേൺ നമുക്ക് നോക്കാം. റിട്ടേൺ നല്ല രീതിയിൽ തന്നെ ഫ്ലോ റിട്ടേൺ ഒഴുകുന്നത് കാണാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ നോക്കുമ്പോൾ ഒരു ശകലം പോലും റിട്ടേൺ ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ റിട്ടേൺ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ നമ്മളിത് ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ ക്രാങ്ക് ചെയ്യുമ്പോൾ തന്നെ റിട്ടേൺ കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. ഓഫ് ചെയ്തേ. അതുപോലെ തന്നെ നമുക്ക് ആ നീഡിലിനകത്ത് നിന്ന് പെട്രോൾ കറക്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ സ്പ്രേ ചെയ്യുന്ന അവസരത്തിൽ ഈ ആക്സിലേറ്റർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതുവഴി കറക്റ്റ് ആയിട്ട് തന്നെ പെട്രോൾ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പോൾ വണ്ടി ഒറ്റയടിക്കാൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. റിട്ടേണിന്റെ ഭാഗങ്ങളും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തെ ചെറിയ ജെറ്റിന്റെ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിലേറ്ററിന്റെ കേബിൾ അതുപോലെ തന്നെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇതിന്റെ ചോക്കിന്റെ കേബിളാണ് കൊടുക്കേണ്ടത്. ചോക്കിന്റെ കേബിൾ ഈ ഹോളിൽ കൂടെ നമ്മൾ കറക്റ്റ് കയറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് കൊടുക്കുക. കേബിളിന്റെ വലിവ് കറക്റ്റ് ആണോ നോക്കുക. വലിവ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് 10-15 ഡബിൾ എൻഡ് ഉപയോഗിച്ച് ഇത് ടൈറ്റ് ചെയ്യാം. ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇത് ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ആക്സിലേറ്ററിന്റെ കേബിളാണ് കൊടുക്കേണ്ടത്. അത് ഇതുപോലെ നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട്. അത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ വലിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കേബിളിന്റെ ആ ഒരു ടൈറ്റിനനുസരിച്ച് നമ്മളിത് ടൈറ്റ് ചെയ്ത് വിടുക. അപ്പോൾ ഇതിന് ഒത്തിരി പ്ലേ ഇടരുത്. ഒരു ശകലം കൂടെ ലൂസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ചെറിയൊരു പ്ലേ ആക്സിലേറ്ററിന് എപ്പോഴും ഇട്ടേക്കണം. നമ്മൾ ഈ ഒരു പ്ലേ ആക്സിലേറ്ററിന് ഇടുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഓവർ ടൈറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒരു 10-ൻ്റെതായിട്ടുള്ള ജസ്റ്റ് ടൈറ്റ് മാത്രം ചെയ്യുക. നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്ലേ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവിടെ പെട്രോൾ വരുന്നത് കാണാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. നമ്മളിപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്ന അവസരത്തിൽ ഇതിനകത്ത് നിന്ന് കറക്റ്റായിട്ട് തന്നെ പെട്രോൾ ഇതിനകത്തോട്ട് ചീറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ ഒന്നുകൂടെ നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. കാരണം ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ നേരം ആക്സിലേറ്റർ പ്രസ് ചെയ്ത സമയത്ത് പെട്രോൾ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റാർട്ടിങ് ഡിലേ വന്നേക്കുന്നത്. ഒന്നുകൂടെ ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് കാർബറേറ്റർ വണ്ടികൾ ചുമ്മാ നമ്മൾ ആക്സിലേറ്റർ പമ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിംഗ് ഡിലേ വരും. കാരണം പെട്രോൾ ഓവറായിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങും. അതുപോലെ റിട്ടേൺ നമുക്ക് ഒന്നുകൂടെ നോക്കാം. റിട്ടേൺ നല്ല ഫ്ലോയിൽ തന്നെ റിട്ടേൺ വരുന്നുണ്ട്. ഓക്കെ, ഓഫ് ചെയ്തോ. അപ്പോൾ മാരുതി സുസുക്കി 800 കാർബറേറ്റർ മോഡൽ വണ്ടിയായിരുന്നു. ഈ വണ്ടിയുടെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ദൂരം പോയി കഴിയുമ്പോൾ വണ്ടി ഓഫ് ആവുന്നു. അതുപോലെ തന്നെ പിന്നീട് സ്റ്റാർട്ട് ചെയ്ത വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. അതായിരുന്നു ഈ വണ്ടിയുടെ കംപ്ലൈന്റ്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ടോപ്പ് അഴിച്ച് നോക്കിയ സമയത്ത് ടോപ്പിന്റെ അകത്തുനിന്ന് റിട്ടേൺ പോകുന്ന ജെറ്റിന് വേറെ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെന്നില്ല. പക്ഷേ അതിന്റെ നീഡിൽ ഒരു ശകലം പൊട്ടിയിട്ട പീസ് പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ ഒരു കംപ്ലൈന്റ് വരില്ല. കാരണം ആ പാസേജ് ക്ലിയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് റിട്ടേൺ പോകുന്നുണ്ട്. ഫ്ലോട്ട് അടയുന്ന സമയത്ത് അവിടുന്ന് റിട്ടേൺ പോകുന്നുണ്ട്. മീൻസ് അവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്കിലത്തെ റിട്ടേണിന്റെ ഭാഗങ്ങൾ അഴിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഫുള്ള് ചെളി അഴുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് പെട്രോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ആ ഒരു നീഡിൽ സൂചി പോലിരിക്കുന്ന ഭാഗത്തൊന്നും പെട്രോൾ ചീറ്റേണ്ടതായിരുന്നു. അവിടുന്ന് ചീറ്റുന്നില്ലായിരുന്നു. ആ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് റിട്ടേൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അതിനകത്തോട്ടുള്ള പെട്രോളിന്റെ സപ്ലൈയും കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെ ആ ഒരു നീഡിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. ചെറിയ സൂചി അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കമ്പി കൊണ്ടാണ് നമ്മളത് ക്ലീൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ റിട്ടേണിന്റെ ഭാഗം ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ അകത്തുനിന്നുള്ള ആ ഒരു പാസേജും ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ടോപ്പ് അഴിച്ചിട്ട് എയർ അടിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ബോളുണ്ട്, ഒരു നീഡിലുണ്ട്. അത് തെറിച്ചു പോകാതെ നോക്കുക.
അപ്പോൾ ഇപ്പോൾ ഇതിന്റെ റിട്ടേൺ കാര്യങ്ങളും എല്ലാം പക്കയാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങും ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ മാരുതി സുസുക്കി 800 സ്റ്റാർട്ടിംഗ് ട്രബിൾ, അതുപോലെ തന്നെ വണ്ടി ഇടയ്ക്ക് ഓഫ് ആവുന്ന കംപ്ലൈന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.